പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നടന്ന ഒരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് വേർഡ്. ദ സ്റ്റോറി ഈസ് ദാറ്റ് there has been a great dash disruption at Delhi. Climatic ആണോ, ക്ലൈമാറ്റിക് ആണോ, ക്ലൈമറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ആൻസർ എ ആണ്, അതായത് ക്ലൈമാറ്റിക്. CLIMACTIC, ക്ലൈമാറ്റിക്. എ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഡ് suitable question tags. Wait a minute. Somebody has called. അതിന് രണ്ടിനും കറക്റ്റ് ആയിട്ടുള്ള ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്യുക? വെയിറ്റ് എ മിനിറ്റ്, ക്യാൻ യു എന്ന് പറയാം അല്ലേ? സംബഡി ഹാസ് കോൾഡ്, ഹാവിൻറ്റ് ദേ. അപ്പോൾ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസേർട്ട് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ടൈഗർ, ആനിമൽ ഈക്വൽ ടു ലയൺ ഇൻ സൈസ്, ഈസ് നേറ്റീവ് ഓഫ് ഏഷ്യ. എന്താണ്? ഡി ആണ് ആൻസർ, അതായത് ടൈഗർ ദ ആനിമൽ ഈക്വൽ ടു ലയൺ ഇൻ സൈസ് ഈസ് എ നേറ്റീവ് ഓഫ് ഏഷ്യ എന്നുള്ളതിൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ആൻസർ ബി ആണ്, അതായത് MINUSCULE, പിന്നെ PURSUE, പിന്നെ BOURGEOISIE. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആന്റണിം ഓഫ് ആക്സിഡന്റൽ ഈസ്. ആക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ അറിയാതെ പെട്ടെന്ന് സംഭവിച്ചു പോണത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ്? ഇന്റൻഷനൽ എന്നുള്ളതാണ് അതിന്റെ വിപരീതം. സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ഡയാട്രൈപ്പ്. ആൻസർ സി ആണ്, അതായത് വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ, അതാണ് ഡയാട്രൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ്. ആൻസർ ബി ആണ്, അതായത് സൈനോഫോബിയ. Next question. He said that the horse had died in the night. Change into direct speech. അതായത് he said the horse died in the night. അതായത് എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് ആൻസർ. നെയ്തർ ഓഫ് ദ ബോയ്സ് ഡാഷ് ഓൺ ടൈം ടു കാച്ച് ദ ബസ് ഹോം. പിന്നെ എവ്രി വൺ ഓഫ് ദം ഡാഷ് ഗോയിങ് ഹോം ഏർലി. ആൻസർ ഡി ആണ്, അതായത് വാസ് ആണ് രണ്ടിലും വരിക. നെയ്തർ ഓഫ് ദ ബോയ്സ് വാസ് ഓൺ ടൈം ടു കാച്ച് ദ ബസ് ഹോം. എവ്രി വൺ ഓഫ് ദം വാസ് ഗോയിങ് ഹോം ഏർലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് വെദർ ദ ഇറ്റലൈസ്ഡ് verb is a dynamic verb or a stative verb. Dynamic and stative verbs seem very confusing to some people.
ആൻസർ ബി ആണ്, അതായത് സ്റ്റേറ്റ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളാണ്. വിഹകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? വിഹകം പക്ഷിയാണ്. പത്രം പക്ഷിയാണ്. വിഹകം, ഖഗം, വിഹകം ഒക്കെ പക്ഷിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം. പ്രതി പ്ലസ് ഏകം, പ്രത്യേകം. ആൻസർ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം. സ്വാശ്രയം വിപരീതം എന്താണ്? പരാശ്രയം. മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിയണത്. സ്വാശ്രയം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ പറ്റണത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ആൻസർ സി ആണ്. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം എന്ന് പറയുമ്പോൾ ഇത്ര പേർ എന്ന് പറയും. 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി നെക്സ്റ്റ്, കാട് എന്ന വാക്കിന്റെ പര്യായ പദമല്ലാത്ത പദമേത്? ആൻസർ സി ആണ്. അചലം. വിപിനം, അടവി, കാനനമൊക്കെ കാടാണ്. അചലം പർവ്വതാണ്. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്ത്? അവതാരകൻ എന്താണ് പറയാ? അവതാരക അല്ലെ? അവതാരക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദമേത്? ഭേദഗതി. അമെൻമെന്റ് എന്ന് പറഞ്ഞ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ അധ്വാനം എന്നുള്ള അർത്ഥമാണ്. അതികഠിനമായ പ്രവൃത്തി. ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ രൂപം ഏത്? ജഡം. ജഡം എന്നുള്ളതിനെ എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയാണ് ജഡം എഴുതുക. ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനസ്സ് എന്നതിന്റെ പര്യായ പദം ഏത്? മനസ്സ്, മതി. മനസ്സ്, ബുദ്ധി എന്നുള്ള അർത്ഥവും ഉണ്ട്. മതി, ബുദ്ധി, ധിഷണ, ബുദ്ധി എന്നുള്ളതൊക്കെ ബുദ്ധിയുടെയും അർത്ഥമാണ്. മനസ്സ് എന്നതിന്റെ പര്യായപദമായിട്ടും മതി പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.